രാവിലെ ഒരു 4:30 ഞങ്ങൾ എണീറ്റ് റെഡിയായി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ. 5:30ക്കാണ് ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ചെന്നപ്പോഴത്തേനും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സീറ്റൊന്നും ആദ്യം കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് കൺഫേം ആയി കിട്ടിയത്. അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് ഇപ്പോൾ ഇത് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ പോന്നിട്ടുണ്ട്. ഈ ട്രെയിനിലാണെങ്കിൽ നല്ല ഫുഡൊന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 നേരവും സൊമാറ്റോന്ന് ഓർഡർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിൽ അവർ കൊടുന്ന് തരുകയും ചെയ്യും. നല്ല ഫുഡും കഴിക്കാം. ഇനിയിപ്പോൾ 2 ദിവസം ഫുൾ ഈ ട്രെയിനിലായിരിക്കും. നമുക്കങ്ങനെ ബോറടിക്കൊന്നുമില്ല. കാരണം നമ്മൾ കുറേ മലയാളീസിനെയും പിന്നെ കുറേ വേറെ ഫാമിലീസിനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേഷനൊക്കെ എത്തുമ്പോൾ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ട്രെയിനിലേക്ക് വരുന്നുണ്ടായിരുന്നു. ചില സ്റ്റേഷനൊക്കെ എത്തുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ 2 ദിവസം തള്ളി നീക്കി. രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ്സിന് പോകാമെന്നാണ് വിചാരിക്കണത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പക്ഷേ ആ സമയത്ത് അവിടെ ബസ്സൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചപ്പോൾ ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ 5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസമൊക്കെ ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം.